നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുന്ന ഡയബറ്റിക് രോഗികളോടാണ്. അതായത് ഗ്ലൂക്കോമീറ്റർ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗ്ലൂക്കോമീറ്റർ നമുക്കറിയാം, ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുമ്പോൾ എല്ലാ ദിവസവും കൈ പ്രിക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എവിടെ പ്രിക്ക് ചെയ്യാം, എങ്ങനെയാണ് ഈ പ്രൊസീജിയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പം കൈവിരലുകളാണ് സാധാരണയായി നമ്മൾ പ്രിക്ക് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട രണ്ട് വിരലുകൾ എന്ന് പറയുന്നത് റിംഗ് ഫിംഗറും അതുപോലെ മിഡിൽ ഫിംഗറുമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും ഉപയോഗം കുറവ് വരുന്ന വിരലുകൾ. അപ്പോൾ ഈ വിരലുകളിൽ വേണം പ്രിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അഗ്രഭാഗങ്ങളാണ് ഏറ്റവും പെയിൻ കുറഞ്ഞിട്ടുള്ള ഏരിയ, നഖത്തോട് ചേർന്നിട്ടുള്ള ഏരിയ അല്ലാത്ത ഏരിയ. അതായത് നമ്മൾ ഒരു പ്രെയർ പോലെ ഹാൻഡ്സ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് കാണുന്ന അഗ്ര ഏരിയകൾ, അതിൻ്റെ ഇറച്ചിയുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ കുത്തേണ്ടത്. അവിടെയാണ് നെർവ് എൻഡിങ്സ് ഏറ്റവും കുറവുള്ളത്. അതുകൊണ്ട് അവിടെ ഏറ്റവും പെയിന് കുറവായിരിക്കും. അപ്പോൾ ആ ഭാഗങ്ങളിലാണ് കൃത്യമായിട്ട് കുത്തിയിട്ട് ഷുഗർ മോണിറ്റർ ചെയ്യേണ്ടത്. അപ്പം മോണിറ്റർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കൈകൾ കഴുകിയിട്ട് കൈ തുടച്ച് ഡ്രൈ ആക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഗ്ലൂക്കോസ് സ്ട്രിപ്പ് ഗ്ലൂക്കോമീറ്ററിൽ ഇട്ടതിന് ശേഷം ഒരു ബീപ്പ് സൗണ്ട് വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൈയിൽ പ്രിക്ക് ചെയ്തതിന് ശേഷം ഒരു കൈ ഞെക്കി പിടിച്ചുകൊണ്ട് കൃത്യമായിട്ടൊരു ബ്ലഡിൻ്റെ ഒരു ചെറിയൊരു കുമിള പോലെ വരുന്നുണ്ടെന്ന് ഉറപ്പിച്ച് ആ കുമിളയാണ് ഇതിൻ്റെ അഗ്രഭാഗത്തേക്ക് മുട്ടിക്കേണ്ടത്. എന്നാലാണ് പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്താലാണ് കൃത്യമായിട്ടുള്ള ഒരു RBS വാല്യൂ, അതായത് ഷുഗർ വാല്യൂ നമുക്ക് ഗ്ലൂക്കോമീറ്ററിൽ നിന്ന് ലഭ്യമാവുക. താങ്ക് യു. Stay healthy. Follow for more.